ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. മിഷൻ ഏജിന് തുടക്കം കുറിച്ച മിഷൻ ഏജിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയലൈസേഷന് തുടക്കം കുറിച്ച നിയമം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് പ്ലസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് ആ സമവാക്യം. അതായത് എങ്ങനെ ശക്തി ഉണ്ടാകുന്നു ഒരു മാസിന് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു സാധനത്തിന് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ എനർജി ഉണ്ടാകും അല്ലെങ്കിൽ ഊർജ്ജമുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണ്ടുപിടുത്തം. ഇതാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും അതിനെ തുടർന്ന് അതിൻ്റെ കാരണമായ മിഷൻ ഏജിന് തുടക്കം കുറിച്ചത്. എല്ലാ മിഷനുകളും പ്രവർത്തിക്കുന്ന അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും വലിയ ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ മുറിക്കാറുണ്ട്. എങ്ങനെയാണ് മുറിക്കുന്നത്? ഇരുമ്പിനോളം അത്രയും കട്ടിയില്ലാത്ത ഒരു കുഞ്ഞ് ഇരുമ്പ് കഷ്ണത്തിൻ്റെ ഒരു ബെൽറ്റ് വെച്ചാണ് നമ്മളത് മുറിക്കുന്നത്. അത് മുറിക്കുമ്പം എങ്ങനെയാണ് മുറിക്കാൻ പറ്റുന്നത്? അതിന് സ്പീഡുണ്ട്. കറങ്ങുന്ന ഒരു മിഷൻ, ആ മിഷനിലൂടെ കയറ്റി വിടുമ്പോഴാണ് ഇത് മുറിഞ്ഞു പോകുന്നത്. ഇത് തന്നെയാണ് തടി. ഒരു ചെറിയ 1/2 കിലോ ഒരു ബൈക്കെ കൊണ്ടുപോകാവുന്ന ഭാരമുള്ള ഒരു അയൺ ബെൽറ്റ് വെച്ചാണ് ഒരു ലോറിയെ കൊണ്ടുവരുന്ന തടിയെല്ലാം മുറിച്ച് മാറ്റുന്നത്. ആ തടി ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇരുമ്പ് ഒടിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒടിയുന്ന ആ സംഭവം ഈ വലിയ തടിയെ മുറിച്ച് മാറ്റുന്നത്? അങ്ങനെ മാറ്റുന്നതിന് കാരണം അതിന് സ്പീഡ് ഉള്ളത് കൊണ്ടാണ്. കാരണം സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവും. ഏത് മാറ്ററിനും ഏത് മാസിനും സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറും, ശക്തി മാറും എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഈ രണ്ടാം ചലന നിയമത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ഒരു വിപ്ലവം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയത്. മിഷൻ ഏജിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം സമവാക്യമാണ്, രണ്ടാം ചലന നിയമമാണ്.